ളഹറൽ ബിദ്അ ഫസഖതൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നമ്മളെ മുൻഗാമികൾ കാണിച്ച വഴി തെറ്റാണെന്ന് പറയുന്ന ഒരു തലമുറ കടന്നു വന്നാൽ, നമ്മളെ പൂർവ്വസൂരികളാൽ കടന്നു വന്ന ആദർശം അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തലമുറയെ അപകടകരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായി. അത് കണ്ടാൽ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പണ്ഡിതന്മാര് മൗനികളായാൽ, ഉമ്മ മരിച്ചാൽ ഖുർആൻ ഓതണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് മൗനികളാവാൻ ഈമാനുള്ളവന് കഴിയില്ല. സ്വന്തം പിതാവിനെ മറവ് ചെയ്ത് മൃഗത്തെ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട് തിരിച്ചു പോരണമെന്ന് പറയാൻ ഒരു സമൂഹം വന്നാൽ, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന് അടുക്കളയിൽ മൗനിയായിരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അതങ്ങനെ ചെയ്താലോ അള്ളാഹുവിന്റെ ശാപം അവരെ മേലിൽ ഉണ്ടാകുമെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം മനസ്സിലാക്കിയ അന്നത്തെ ഉലമാക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്തിന്? ഒറ്റ ലക്ഷ്യം മാത്രം, ഈ പരിശുദ്ധ ആദർശം ഇവിടെ നിലനിർത്തണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ